ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കേരളത്തിൽ നിന്ന് മടങ്ങും. കഴിഞ്ഞ 5 വർഷവും ജനാധിപത്യ വിരുദ്ധമായി സർക്കാരുമായും സർവകലാശാലകളുമായും പോരാട്ടം നടത്തി നിരന്തരം വാർത്താ കേന്ദ്രമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. ബീഹാർ ഗവർണറായുള്ള സ്ഥലമാറ്റത്തിന് തൊട്ടു മുൻപ് വരെയും ഗവർണറുടെ തെറ്റായ നടപടികൾക്കെതിരായ പ്രതിഷേധം സംസ്ഥാനത്ത് അലയടിച്ചിരുന്നു. ജസ്റ്റിസ് പി സദാശിവത്തിന്റെ പിൻഗാമിയായിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണറായി ചുമതലയേൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഉപദേശമനുസരിച്ചാണ് ഒരു ഗവർണർ പ്രവർത്തിക്കേണ്ടത്. ഭരണഘടനാപരമായ പൊതുതത്വം ഇങ്ങനെയാണ്. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ പൊതുതത്വത്തിന് വിരുദ്ധമായിട്ടാണ് 5 വർഷക്കാലയളവിലും പ്രവർത്തിച്ചത്. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് ഗവർണർ സ്ഥാനത്തിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ചത്. ധനമന്ത്രിയിൽ തനിക്ക് പ്രീതി നഷ്ടപ്പെട്ടതിനാൽ മന്ത്രിസഭയിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന വിചിത്ര ആവശ്യം പോലും സ്വീകരിച്ചു. നിയമനിർമ്മാണ സഭയെ വെല്ലുവിളിച്ച കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ അനിശ്ചിതകാലത്തേക്ക് നീട്ടി. സംസ്ഥാന സർക്കാരിന് മറ്റു മാർഗങ്ങളില്ലാതെ പരമോന്നത നീതിപീഠത്തെ വിഷയത്തിൽ സമീപിക്കേണ്ടി വന്നു. സുപ്രീം കോടതിയുടെ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ചില ബില്ലുകൾ ഒപ്പിട്ടപ്പോൾ മറ്റു ചിലത് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി വിട്ടു. ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്ക് സർവകലാശാലകളുടെ കാര്യങ്ങളിൽ ഇടപെടാം. പക്ഷേ സർവകലാശാലകളുടെ ചട്ടം ലംഘിച്ചുള്ള ഇടപെടലായിരുന്നു മുഹമ്മദ് ഖാൻ നടത്തിയത്. സർവകലാശാലകളുടെ സെനറ്റിലേക്ക് RSSുകാരെ തിരികെ കയറ്റിയും സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചും നിരന്തരം ഇത്തരം നീക്കങ്ങൾ ചാൻസലർ എന്ന നിലയ്ക്ക് അദ്ദേഹം തുടർന്നു. വിദ്യാർത്ഥി യൂണിയനായ SFIയുടെ പ്രവർത്തനത്തെ പോലും വെല്ലുവിളിച്ചു. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെ SFI വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. കോഴിക്കോട് സർവകലാശാലയിൽ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ചപ്പോൾ SFI പ്രവർത്തകരെ പ്രകോപിപ്പിക്കാനായി അവിടെ ക്യാമ്പസിൽ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ താമസിച്ചു. നിലമേലിൽ റോഡരികിലിരുന്ന് പ്രതിഷേധിച്ചതും SFI ഗവർണർക്കെതിരെ തുടരുന്ന പ്രതിഷേധത്തിനെതിരെയായിരുന്നു. ഒരു ഗവർണറുടെ എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനം കൂടിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റേത്. ഏറ്റവും ഒടുവിൽ ബീഹാർ ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാന് സ്ഥാനമാറ്റ തീരുമാനം വരുന്നതിന് തൊട്ടു മുൻപ് വരെയും ആ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് തുടർന്നു. ഏറ്റവും കൂടുതൽ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയ ഗവർണർ, ഏറ്റവും കൂടുതൽ പ്രതിഷേധമേറ്റുവാങ്ങിയ ഗവർണർ എന്നീ ഖ്യാതി ആരിഫ് മുഹമ്മദ് ഖാന് സ്വന്തം. NDAയുടെ ഘടകകക്ഷി ഭരിക്കുന്ന ബീഹാറിൽ എന്താകും ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് എന്നതാണ് ഇനി പ്രസക്തം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.